C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ജനിച്ചു വീണ കുട്ടികൾക്കാണെങ്കിലേ വിശക്കുമ്പോ പാലിന് വേണ്ടി കരയാം. സംസാരിക്കാറാവുമ്പോ അമ്മ വിശക്കുന്നു എന്ന് പറഞ്ഞ് ചിണുങ്ങാം. ഗർഭത്തിനുള്ളിലുള്ള കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? അമ്മയുടെ കരുണയില അതിന്റെ ഭക്ഷണവും ആരോഗ്യവും ഒക്കെ. ആ പാവത്തിന് പട്ടിണി കിടണോ? എന്താണ്? ദേ പൊന്നനിയത്തിക്ക് ഭക്ഷണം വേണ്ടാന്ന്. അച്ഛനും അമ്മയും കഴിച്ചോ? വിഷ്ണുട്ട അത് അവര് കഴിച്ചു. അതെന്താ ശാലിനി അമ്മയുടെ കാര്യം വിഷ്ണുവിനോട് പറഞ്ഞ? പ്രീതി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചെയിൻ റിയാക്ഷന്റെ കാര്യം. മനുഷ്യരുടെ കാര്യം അങ്ങനെയാ. സത്യാമ്മ എന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയെന്ന് അറിഞ്ഞ വിഷ്ണുവേട്ടന് ഉള്ളിന്റെ ഉള്ളിൽ അമ്മയോടൊരു നീരസം ഉണ്ടാവും. പിന്നെ ആ നീരസം വെച്ചാവും പെരുമാറ്റം. സത്യാമ്മയുടെ ദേഷ്യം ഇരട്ടിക്കും. അങ്ങനെ ആ റിയാക്ഷൻ നീണ്ടങ്ങനെ പോവും. കുടുംബം മുഴുവൻ അസ്വസ്ഥത പടരാതിരിക്കാൻ നമ്മൾ പെണ്ണുങ്ങള് ചിലതൊക്കെ മനസ്സിനുള്ളിൽ ഒതുക്കി വെക്കണം. ഭക്ഷണമൊക്കെ ഇവിടെ റെഡിയാണ്, എനിക്ക് കഴിച്ചാ മതി. കഴിക്കാം. വാ, ചേട്ടൻ്റെ കുട്ടിങ്ങോട്ട് വാ. വാ 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 വാ, ഇവിടെ ഇരിക്കലേ അവിടെ. കഴിക്കും. എനിക്ക് വേണ്ട ഏട്ടാ. ഒരൊറ്റ പട വെച്ചോണ്ടല്ലോ. എന്റെ മരുമോനോടെ വിശന്നിരിക്കുക. അവന്റെ കംപ്ലൈന്റ് കിട്ടിയിട്ടാണ് ഞാൻ ഫുഡുമായിട്ട് വന്നിരിക്കുന്നത്. കഴിച്ചേ, കഴിക്ക്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തരാം. വേണ്ടേട്ടാ. പ്രീതി മോൾ ഇത് കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ഞാൻ കാക്കയ്ക്ക് കൊടുക്കും. മരക്കൊമ്പിലിരുന്ന ഒരു കാക്കച്ചി നോക്കണണ്ട, കാക്കച്ചിക്ക് കൊടുക്കട്ടെ. കഴിക്കടി. ശാലിനി, കുഞ്ഞുനാളിലേ ഇവള് ഭക്ഷണം കഴിക്കാൻ മടിച്ചിരുന്നപ്പോ അമ്മ ഇങ്ങനെ കഴിപ്പിച്ചിരുന്നേ. അതിന് കാരണക്കാരാരായാലും ക്ഷമിക്കില്ല സത്യഭാമ, ജീവനുള്ള കാലത്തോളം. മതി ഏട്ടാ, എനിക്ക് മതി. ഞാൻ വീണ്ടും കാക്കച്ചിക്ക് കൊടുക്കേ. അല്ലെങ്കിൽ വേണ്ട, കാക്കച്ചിക്ക് കൊടുക്കണ്ട. ഇതെന്റെ വാവച്ചിക്ക്, വിഷ്ണു ചേട്ടന്റെ വാവച്ചിക്ക്. കഴിച്ചേ. ശാലിനി, ചെറുതായിരുന്നപ്പോഴേ ഞാൻ എന്താ അവളെ വിളിച്ചിരുന്നേന്നറിയോ? വാവച്ചിന്ന്. എനിക്ക് വഴക്ക് പറയാനും കൂട്ടുകൂടാനും കൂടെ കളിക്കാനൊക്കെ ഉള്ളൊരു വാവച്ചി. മതിയേട്ടാ, വാവച്ചിക്കുള്ളതായി. അയ്യടാ, അതിനിത് വാവച്ചിക്കുള്ളതാരാ പറഞ്ഞേ? ഇത് കുഞ്ഞാവയ്ക്കുള്ളതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.